ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നലെ ഒത്തിരി പേര് മിനിഞ്ഞാന്നായിട്ട് നമുക്ക് മെസ്സേജുകൾ അയച്ചു കേട്ടോ. അപ്പോൾ ഒന്നും എനിക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റിയില്ല. ഇന്നലെ നമുക്ക് സൺഡേ ഉച്ചവരെ നമ്മൾ ചർച്ചിൽ പോയി, പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ഒരു അത്യാവശ്യ സ്ഥലത്ത് പോകാനുണ്ടായിരുന്നു കേട്ടോ. നമ്മളൊരു ബന്ധു അങ്ങനെ കാണാൻ പോകാനുണ്ടായിരുന്നു, സുഖമില്ലാതെ കിടക്കുന്നത്. അങ്ങനെ ഇവിടെ വന്നപ്പോൾ രാത്രി 7 മണിയായി. ഒരുപാട് മെസ്സേജുകൾക്ക് ഞാൻ റിപ്ലൈ കൊടുക്കാണ്ട് ഒത്തിരി പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ എല്ലാവർക്കും ട്യൂബറുകൾ റിപ്ലൈ തരുന്നതാണ്, ട്യൂബറുകൾ അയച്ചു തരുന്നതാണ് കേട്ടോ. അതിന് ശേഷമാണ് നമ്മൾ ട്യൂബേഴ്സിൻ്റെ വീഡിയോ ഇടുക കേട്ടോ. കാരണം ചോദിച്ചവർക്കൊക്കെ നമ്മൾ റിപ്ലൈ കൊടുക്കണമല്ലോ. അപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസം ഇത് കണ്ടു, ഇവിടെ എല്ലാം വൃത്തികേടായിരുന്നു കേട്ടോ. നിങ്ങൾ ഈ പഴയ വീഡിയോസ് കണ്ടവർക്കറിയാം. ഇതുണ്ട്, ഇവിടെ എല്ലാം നമ്മൾ ക്ലീൻ ആക്കിയിട്ട് 2-3 ദിവസം നല്ല ജോലിയായിരുന്നു. ഇപ്പോൾ ഇത് ഈ മതിലിൻ്റെ മുകളിലെല്ലാം നമ്മൾ ആമ്പലുകൾ വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം നല്ല വൃത്തിയാക്കി കഴിഞ്ഞ് നല്ല ജോലി ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ നന്നായി ക്ലീൻ ചെയ്തു. ഇടയിൽ നമ്മൾ എടുക്കുന്ന ട്യൂബേഴ്സ് എല്ലാം ഔട്ട് ഓഫ് സ്റ്റോക്കായി പോകാമെന്ന് കേട്ടോ. അത്രയും നമുക്ക് ഓർഡറുകൾ വരുന്നുണ്ട്. നിങ്ങളുടെ സപ്പോർട്ടിനൊക്കെ ഒരുപാട് താങ്ക്സ്. അപ്പോൾ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് വാട്ടർ പ്ലാന്റ്സുകളുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും അത് കുറഞ്ഞ റേറ്റിൽ കൊടുക്കാൻ വിചാരിച്ചു കേട്ടോ. കാരണം ഞാൻ ചിലപ്പോൾ നാട്ടിൽ പോകും ഓണത്തിന്. എൻ്റെ വീട്ടിൽ പോയിട്ട് കുറേ ആയിട്ടോ. അപ്പം ഞാൻ ചിലപ്പോൾ പോവും. അതിന് മുമ്പായിട്ട് നമ്മൾ എല്ലാം ഇവിടുന്ന് മാക്സിമം ഇവിടുന്ന് അയച്ചു വിടാൻ വിചാരിച്ചു കേട്ടോ. വാട്ടർ പ്ലാന്റ്സുകൾ ഞാനിവിടെ ഉണ്ടാവില്ലല്ലോ, കുറച്ച് ദിവസം ഉണ്ടാവില്ല. അപ്പോൾ അയച്ചു വിടാമെന്ന് വിചാരിച്ചു. എന്നാലും അധികം ദിവസമൊന്നും നമ്മൾ നിൽക്കില്ല കേട്ടോ. ഇതെല്ലാം നമ്മൾ വെസ്റ്റ് ബംഗാളിൽ നിന്ന് കുറച്ച് പുതിയ വെറൈറ്റി വരുത്തി ഇവിടെ വെച്ചതാണ്. നമ്മുടെ ക്ലൈമറ്റ് വരുമോ ഇല്ലോ എന്നൊന്നും അറിയില്ല. ചിലപ്പം നന്നായി ഫ്ലവർ ചെയ്യും, ചിലത് പിടിച്ചിട്ടില്ല. അങ്ങനെയൊക്കെ ഒരു പരീക്ഷണമാണ് കേട്ടോ നമ്മൾ ദൂര സ്ഥലത്തേക്ക് നമ്മൾ വരുത്തുന്നതൊക്കെ. പിന്നെ ഇവിടെ എല്ലാം നമ്മൾ പണി ഇങ്ങനെ ഇവിടെയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതൊക്കെ ഒരു കണ്ടൻറ്റ് വീഡിയോ ആയിട്ട് ഇടാനുള്ള വീഡിയോസ് ഉണ്ട് കേട്ടോ ഇവിടെ. പക്ഷേ നമുക്ക് അതിനൊന്നും സമയമില്ല. നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് കുറച്ച് വാട്ടർ പ്ലാന്റ്സുകളാണ് സെയിലിനായിട്ടുള്ളത്. നമ്മൾ കോംബോ ആയിട്ടാണ് വിടുന്നത് കേട്ടോ. 200 രൂപയ്ക്ക് കുറച്ച് വാട്ടർ പ്ലാന്റ്സുകൾ കേട്ടോ. 200 രൂപയ്ക്ക്. ഇത് കണ്ടോ, ബഡോട് കൂടിയത്. ചിലവർക്ക് ബഡ് ഉണ്ടാവില്ല കേട്ടോ. കാരണം ബഡോട് കൂടിയ ഒരു 4-5 പ്ലാന്റേ ഉള്ളൂ. വലിയ പ്ലാന്റുകളാണ് കേട്ടോ. ഇത് കണ്ടോ, ജബോണിക്ക പ്ലാന്റുകൾ. അപ്പോൾ ഈ കോംബോയിലുള്ള ഫസ്റ്റ് പ്ലാന്റ് 200+ CC ആണ് കേട്ടോ. ഫസ്റ്റ് പ്ലാന്റ് ഇത്രയും വലിയ ജബോണിക്ക പ്ലാന്റാണ്. ജബോണിക്ക പ്ലാന്റ് ഇതെങ്ങനെ നിങ്ങൾക്ക് നട്ട് വെക്കണം, ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം നിങ്ങൾ വാങ്ങുന്നവർക്ക് വാട്സപ്പിൽ ചോദിച്ചാൽ മതി. അറിയാത്തവർക്ക് കറക്റ്റ് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. ഈ ഒരു വാട്ടർ ലില്ലി കേട്ടോ, ഈ വാട്ടർ ലില്ലി ഈ കോംബോയിലുണ്ട് കേട്ടോ. 200+ CC ആണ്. CC 80 രൂപയാണ്. 200+ CC ആണ് കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ പ്ലാന്റ് ഈ വാട്ടർ ലില്ലിയാണ്. ഈ വാട്ടർ ലില്ലി നമുക്ക് ഈ പ്ലാന്റിലുണ്ട്. ബഡോട് കൂടിയ പ്ലാന്റ് ആയിരിക്കും തരുന്ന കോംബോയിൽ കേട്ടോ. ഒരു 10 പേർക്ക് കൊടുക്കാനുള്ള കോംബോയെ നമ്മുടെ അടുത്തുള്ളൂ. ആദ്യം ഓർഡർ ചെയ്യുന്ന 10 പേർക്ക് ഉണ്ടാവുക. പ്ലാന്റ് ഇതാ മെക്സിക്കൻ സൈഡ് വാട്ടർ പ്ലാന്റ് ആണ് കേട്ടോ. ഇതാണ് അതിൻ്റെ ഫ്ലവർ, ഇതാണ്. അപ്പോൾ ഇതിൻ്റെയും കുറേ പ്ലാന്റുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ 10 പേർക്ക് കറക്റ്റ് 10 പേർക്കുള്ള ഈ കോംബോ ഓഫർ കറക്റ്റ് ആദ്യം ഓർഡർ ചെയ്യുന്ന 10 പേർക്കുള്ളതേ ഉണ്ടാവുള്ളൂ. അത് പ്രത്യേകം ഞാൻ പറയാണ്. അപ്പോൾ ഇത് ഇത്രയും വലിയ പ്ലാന്റുകൾ 200 രൂപയ്ക്ക് ഇത്രയും പ്ലാന്റുകൾ നിങ്ങൾക്ക് എവിടെ നിന്നും കിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ് കേട്ടോ. അത്രയും ഹെൽത്തിയായ വലിയ പ്ലാന്റുകളാണ് നിങ്ങൾക്ക് തരുന്നത്. ഈ താമരയിലും വാട്ടർ പ്ലാന്റ്സിലൊക്കെ ഇടുന്ന അസോള തികച്ചും ഫ്രീ ആയിട്ട് വെക്കുന്നതായിരിക്കും കേട്ടോ. ഇത്ര അസോള മതി നിങ്ങൾക്ക്. അത് പാത്രത്തിൽ കിടന്നങ്ങ് സ്പ്രെഡാവും കേട്ടോ. കൊതുകൊക്കെ വരാതിരിക്കാൻ ഏറ്റവും നന്നായി നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയതാണ് കേട്ടോ വാട്ടർ പ്ലാന്റ്സുകൾക്ക് അസോള. മുംബൈയിലുള്ളത് ഇതാണ് കേട്ടോ, വാട്ടർ പോപ്പി വാട്ടർ പ്ലാന്റ്സ് ആണ്. ഇതാണ് വാട്ടർ പോപ്പിയുടെ ഫ്ലവർ, ഒരു യെല്ലോ ഫ്ലവറാണ്. ഇത് കണ്ടോ. അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഒരു 2-3 ചോട് പ്ലാന്റ് ഉണ്ടാവും കേട്ടോ. ഹെൽത്തി ആയ പ്ലാന്റ് ഉണ്ടാവും. 1-2-3 ഒന്നിൽ കൂടുതലുണ്ടാവും. എന്തായാലും വലിയ പ്ലാന്റുകളാണ് കേട്ടോ. ഈ പെനിവേട്ടിൻ്റെ കുറച്ച് പ്ലാന്റുകൾ ഉണ്ടാവും ഈ കോംബോയിലുണ്ടാവും. പിന്നെ ഉള്ളത് ഇതാ ഈ മൊസൈക്ക് പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ മൊസൈക്ക് പ്ലാന്റ് കുറച്ചധികം നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു 3-4 റൂട്ടഡ് കട്ടിങ്, അതായത് ഇത് നല്ല ഹെൽത്തി ആയ പ്ലാന്റുകളാണ് കേട്ടോ. നല്ല ഹെൽത്തി ആയ റൂട്ടഡ് കട്ടിങ്. ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് വെക്കാം കേട്ടോ. ഇതിനൊന്നും ഈ വാട്ടർ പ്ലാന്റ്സുകൾക്കൊന്നും എല്ലുപൊടിയൊന്നും നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല. കുറച്ച് ചാണകപ്പൊടി അടിയിലിടുക. ജസ്റ്റ് പാത്രത്തിൻ്റെ ഒരു 1/4 ഭാഗത്തോളം അരിച്ച മണ്ണിടുക. അതിന് ശേഷം ഇത് സെൻറ്ററിൽ താത്തി വെച്ച് കൊടുക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ എല്ലാം മെത്തേഡ് എല്ലാം ഒരേ മെത്തേഡ് തന്നെയാണ്. ഇതിനൊക്കെ ഫോളോ ചെയ്യേണ്ടത്. എന്തെങ്കിലും ഡൗട്ടുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി. ഞാൻ സമയം പോലെ റിപ്ലൈ തരുന്നതായിരിക്കും. വളരെ തിരക്കുള്ള ഒരാളാണ് കേട്ടോ. എന്നെ ഇത്രയും തിരക്കുള്ള ഇത്രയും വലിയ ബിസിനസ്സുകാരി ആക്കി മാറ്റിയത് നിങ്ങൾ ഓരോരുത്തരുമാണ്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ കാണുന്ന എല്ലാവരോടും ഒരുപാട് താങ്ക്സ്, ഒത്തിരി നന്ദിയുണ്ട്. എന്നെ ഇത്രയും
എടുത്തതിന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലോട്ടസിൻ്റെ ട്യൂബർ ഓർഡർ തന്നവർക്കെല്ലാം കൊടുത്ത് ഫില്ലായതിന് ശേഷം ബാലൻസ് വീഡിയോ നമ്മൾ വൈകുന്നേരം അപ്ലോഡ് ചെയ്തായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ടാറ്റാ.